ഗുരുവായൂർ നഗരസഭയിലെ ഫുട്ബോൾ പ്രദർശനവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഹൈക്കോടതിയിൽ ഹർജി. പ്രദർശനത്തിന് അനുമതി നിഷേധിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും മുനിസിപ്പൽ സെക്രട്ടറിയുടെയും നടപടി ചോദ്യം ചെയ്താണ് ഹർജി. ഗുരുവായൂർ നഗരസഭാ ഹാളിൽ ലോകകപ്പ് ഫുട്ബോൾ സൗജന്യ പ്രദർശനം സംബന്ധിച്ച് ഭരണകക്ഷിയും മുനിസിപ്പൽ സെക്രട്ടറിയും തമ്മിലാണ് തർക്കം. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, ഇപ്പോൾ തർക്കം എന്താണ്? അതിലൊരു തീരുമാനമായോ? സ്വാതി, ലോകമെമ്പാടും ലോകകപ്പ് ഫുട്ബോൾ ആവേശം അത് കൊടുമ്പരി കൊള്ളുമ്പോൾ, അത് ആവേശത്തോടുകൂടി ജനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഗുരുവായൂർ നഗരസഭയിൽ മാത്രം ഇതൊരു തർക്ക വിഷയമായി തുടരുന്നു എന്നുള്ളതാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ച തർക്കം ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ ഗുരുവായൂർ നഗരസഭ തെരഞ്ഞെടുപ്പിന് ശേഷവും മുൻപും ഇത്തരത്തിൽ നഗരസഭയ്ക്ക് കീഴിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സൗജന്യമായി ജനങ്ങൾക്ക് കാണുന്ന വിധത്തിൽ ഫുട്ബോൾ ലോകകപ്പ് പ്രദർശനം നടത്താൻ തീരുമാനിച്ചിരുന്നു. കൗൺസിൽ അംഗീകരിച്ച തീരുമാനം പക്ഷേ നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് എതിർക്കുകയായിരുന്നു. നഗരസഭയ്ക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നുള്ള കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു എതിർപ്പ്. പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് കൂടി വിയോജനക്കുറിപ്പ് ഇക്കാര്യത്തിൽ നൽകുകയും പ്രതിപക്ഷാംഗങ്ങൾ ഭരണപക്ഷത്തോടൊപ്പം ചേർന്ന് ഈ ഫുട്ബോൾ പ്രദർശനം നടത്തണമെന്നുള്ള തീരുമാനത്തിലെത്തുകയും ചെയ്തു. ഇത് നഗരസഭയിലെ കൗൺസിൽ യോഗത്തിൽ ബഹളത്തിനിടയാക്കി. തൊട്ടു പിന്നാലെ തന്നെ നഗരസഭയും സെക്രട്ടറിയും അതോടൊപ്പം നഗരസഭാ സെക്രട്ടറിയും CPM കൗൺസിലർമാരും തമ്മിലുള്ള വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും കാര്യത്തിലെത്തി. തൊട്ടു പിന്നാലെ പോലീസ് ഈ സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് CPM കൗൺസിലർമാർക്കെതിരെ കേസെടുത്തു. ഇതിനുശേഷം ഫുട്ബോൾ പ്രേമികളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഗുരുവായൂർ നഗരസഭയ്ക്ക് മുന്നിൽ നടന്നു. ഫുട്ബോൾ പ്രദർശനം തടയാൻ ശ്രമിക്കുന്ന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾക്ക് എതിരെ ശക്തമായ വികാരം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സന്തോഷ് ട്രോഫി താരങ്ങൾ അടക്കമുള്ള ആളുകൾ ചേർന്ന് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയത്. ഈ പ്രതിഷേധത്തെ തുടർന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി വിഷയത്തിൽ ഇടപെടുകയും ഫുട്ബോൾ പ്രദർശനത്തിന് അനുമതി നൽകുകയും ചെയ്തു. എന്നാൽ ഈ മുനിസിപ്പൽ സെക്രട്ടറിയുടെ വിയോജനക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിയും ജോയിന്റ് ഡയറക്ടറും അതോടൊപ്പം തന്നെ പ്രിൻസിപ്പൽ ഡയറക്ടറും സർക്കാരിൽ നിന്നും തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ പ്രദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം നഗരസഭയ്ക്ക് നൽകുകയായിരുന്നു. ഏതായാലും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഇടപെട്ടിട്ട് പോലും വകുപ്പ് തലത്തിലുള്ള ഉദ്യോഗസ്ഥർ ഈ ലെവിൻ പറഞ്ഞതുപോലെ ലോകം മുഴുവൻ ഈ ഫുട്ബോൾ ആവേശത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ പലയിടത്തും ഉണ്ടാകുന്നത്. അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വരെ ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു.